Hi friends, welcome to Just Creative World. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺ ഫ്രൈ ആണ്. ഞാനിവിടെ കുറച്ച് വലിയ പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പ്രോൺസ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തേങ്ങ ചിരവിയതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ പ്രോൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് ഒരു മസാല അരച്ചെടുക്കണം. അതിനായിട്ട് വെളുത്തുള്ളി 4 എണ്ണം, കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി 3 പീസ്, ചെറിയ ഉള്ളി 5 എണ്ണം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കണം. ചെമ്മീനിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോഴും മീൻ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. പ്രോൺസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. പ്രോൺസ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 ടേബിൾ സ്പൂൺ മസാലയും 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റണം. എരിവിനനുസരിച്ച് 4-5 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മസാല അരയ്ക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് അരച്ചത്. അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ തവ ഫ്രൈഡ് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. തേങ്ങ ചിരവിയത് മസാലയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് തേങ്ങയും വഴറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ആയിട്ടുള്ള ഈ പ്രോൺ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.